ശ്രീ പരമഹംസ യോഗാനന്ദയുടെ ഒരു യോഗിയുടെ ആത്മകഥയിലെ 41-ാമത്തെ അധ്യായം ഒരു ദക്ഷിണേന്ത്യൻ പര്യടനഗാഥ. ആ ക്ഷേത്രത്തിൽ ആദ്യം പ്രവേശിക്കുന്ന പാശ്ചാത്യൻ നീയാണ് ഡിക്ക്. മറ്റു പലരും അതിന് വിപുലമായി ശ്രമിച്ചിട്ടുണ്ട്. എൻ്റെ വാക്കുകൾ കേട്ട് മിസ്റ്റർ റൈറ്റ് അല്പം അമ്പരന്നതുപോലെ തോന്നി. അതിനുശേഷം ആഹ്ലാദിച്ചു. ദക്ഷിണേന്ത്യയിലെ മൈസൂർ നഗരത്തെ മേലെ നിന്നും വീക്ഷിച്ചുകൊണ്ട് കുന്നിൻ മുകളിൽ സ്ഥിതി ചെയ്യുന്ന മനോഹരമായ ചാമുണ്ഡി ക്ഷേത്രം സന്ദർശിച്ച് ഞങ്ങൾ വെളിയിൽ കടന്നതേ ഉണ്ടായിരുന്നുള്ളൂ. അവിടെ മൈസൂർ രാജകുടുംബത്തിൻ്റെ കുലദേവതയായ ചാമുണ്ഡി ദേവിയുടെ സ്വർണ്ണരജത പ്രതിഷ്ഠയെ ഞങ്ങൾ വണങ്ങിയിരുന്നു. ആ അപൂർവ ബഹുമതിയുടെ സ്മാരകമായി ഏതാനും റോസാതളങ്ങൾ ശ്രദ്ധയോടെ പൊതിഞ്ഞുകൊണ്ട് മിസ്റ്റർ റൈറ്റ് പറഞ്ഞു, പൂജാരി തീർത്ഥജലം തെളിച്ച് പവിത്രമാക്കിയ ഈ തലങ്ങൾ ഞാൻ എന്നെന്നും സൂക്ഷിക്കും. എൻ്റെ സഹചരനും ഞാനും 1935 നവംബർ മാസം മൈസൂർ രാജാവിൻ്റെ അതിഥികളായി കഴിയുകയായിരുന്നു. മഹാരാജാവിൻ്റെ കിരീടാവകാശി യുവരാജ ശ്രീ കണ്ടീരവ നരസിംഹരാജ വഴിയാർ തൻ്റെ പ്രബുദ്ധവും പുരോഗമന മനോന്മുഖവുമായ രാജ്യം സന്ദർശിക്കാൻ എന്നെയും എൻ്റെ സെക്രട്ടറിയെയും ക്ഷണിച്ചിരുന്നു. കഴിഞ്ഞ 2 ആഴ്ചക്കാലമായി ആയിരക്കണക്കിന് പൗരജനങ്ങളെയും വിദ്യാർത്ഥികളെയും മൈസൂർ പട്ടണത്തിലെ ടൗൺ ഹാൾ, മഹാരാജാസ് കോളേജ്, യൂണിവേഴ്സിറ്റി, മെഡിക്കൽ സ്കൂൾ എന്നിവിടങ്ങളിൽ വെച്ചും 3000 ആളുകൾ സംബന്ധിച്ച ബാംഗ്ലൂരിലെ നാഷണൽ ഹൈസ്കൂൾ, ഇൻ്റർമീഡിയറ്റ് കോളേജ്, ചെട്ടി ടൗൺ ഹാൾ എന്നിവിടങ്ങളിലെ 3 പൊതുയോഗങ്ങളിൽ വെച്ചും ഞാൻ അഭിസംബോധന ചെയ്തിരുന്നു. ആകാംക്ഷാഭരിതരായ ശ്രോതാക്കൾക്ക് ഞാൻ വരച്ചു കാട്ടിയ അമേരിക്കയുടെ ഉജ്ജ്വലമായ ചിത്രം വിശ്വസിക്കുവാൻ കഴിഞ്ഞോ എന്ന് എനിക്കറിയില്ല. എങ്കിലും പൗരസ്ത്യ പാശ്ചാത്യ ദേശങ്ങളുടെ ഏറ്റവും നല്ല പ്രത്യേകതകളുടെ കൈമാറ്റത്താൽ ലഭിക്കാവുന്ന പരസ്പര പ്രയോജനങ്ങളെപ്പറ്റി ഞാൻ പറഞ്ഞപ്പോഴായിരുന്നു എപ്പോഴും ഉച്ചത്തിലുള്ള കരഘോഷം. മിസ്റ്റർ റൈറ്റും ഞാനും ഇപ്പോൾ ഉഷ്ണമേഖലാ പ്രദേശത്തിൻ്റെ പ്രശാന്തിയിൽ വിശ്രമിക്കുകയായിരുന്നു. മിസ്റ്റർ റൈറ്റിൻ്റെ യാത്രാ ഡയറിയിൽ തൻ്റെ അനുഭവങ്ങളുടെ ഇനി പറയുന്ന വിവരണം ചേർത്തിരിക്കുന്നു. ആകാശവിശാലതയിൽ ഈശ്വരൻ വിലങ്ങനെ വിതിർത്തിട്ട സദാ മാറിക്കൊണ്ടിരിക്കുന്ന ചിത്രാപട്ടാമ്പരത്തിൽ എല്ലാം മറന്ന് മിഴികൾ അർപ്പിച്ച് ഹർഷോന്മാദത്തിൻ്റെ എത്രയോ നിമിഷങ്ങൾ ഞങ്ങൾ ചിലവഴിച്ചു. നവചൈതന്യം തുടിക്കുന്ന വർണ്ണങ്ങൾ അദ്ദേഹത്തിൻ്റെ ദിവ്യസ്പർശനത്തിന് മാത്രമേ സൃഷ്ടിക്കാൻ കഴിയൂ. വെറും ചായക്കൂട്ടുപയോഗിച്ച് അതിനെ അനുകരിക്കാൻ മനുഷ്യൻ ശ്രമിക്കുമ്പോൾ വർണ്ണങ്ങളുടെ ആ യുവചൈതന്യം നഷ്ടപ്പെടുന്നു. കാരണം വളരെ ലളിതവും ഫലപ്രദവുമായ ഒരു മാധ്യമം, എണ്ണച്ചായമോ നിറക്കൂട്ടോ അല്ല, വെറും പ്രകാശകിരണങ്ങൾ ആണ് ജഗൽ പ്രഭു ഉപയോഗിക്കുന്നത്. അദ്ദേഹം ഒരിടത്ത് കുറേ പ്രകാശം തെറിപ്പിക്കുന്നു, അത് ചുവപ്പായി പ്രതിഫലിക്കുന്നു. അദ്ദേഹം വീണ്ടും തൻ്റെ ബ്രഷ് ചലിപ്പിക്കുന്നു, വർണ്ണങ്ങൾ ക്രമേണ ഓറഞ്ചും സുവർണവുമായി തീരുന്നു. തുടർന്ന് കരിയും ചുവപ്പിൻ്റെ ഒരു വര കൊണ്ട് അദ്ദേഹം മേഘങ്ങളെ കുത്തിക്കീറുന്നു. ആ മുറിവിൽ നിന്ന് ചുവപ്പിൻ്റെ ഒരു ചെറു ചുരുൾ അല്ലെങ്കിൽ അതിൻ്റെ ഓരത്തിലെ നിറം ഊറിയിറങ്ങുന്നു. അങ്ങനെ വീണ്ടും വീണ്ടും അദ്ദേഹത്തിൻ്റെ ലീല തുടരുന്നു. പ്രദോഷത്തിലും പ്രഭാതത്തിലും ഒരേപോലെ, എപ്പോഴും വ്യത്യസ്തമായി, എപ്പോഴും പുതുമയോടെ, എപ്പോഴും നവമായി, ആവർത്തനമില്ല. ഒരേ മാതൃകകളോ നിറങ്ങളോ ഇല്ല. ഭാരതത്തിൽ പകലിനു രാത്രിയിലേക്കും രാത്രിക്ക് പകലിലേക്കുമുള്ള മാറ്റത്തിൻ്റെ സൗന്ദര്യം മറ്റേത് പ്രദേശം എടുത്താലും താരതമ്യപ്പെടുത്താനാവില്ല. ഈശ്വരൻ തൻ്റെ ഭാണ്ഡത്തിലെ ചായക്കൂട്ട് മുഴുവൻ എടുത്ത് നഭോമണ്ഡലത്തിലേക്ക് ചുഴറ്റിയെറിഞ്ഞ് വിചിത്ര വർണ്ണാഭമാക്കിയതുപോലെയാണ് ആകാശം പലപ്പോഴും കാണപ്പെടുക. മൈസൂർ പട്ടണത്തിന് 12 മൈൽ വെളിയിലുള്ള കൂറ്റൻ കൃഷ്ണരാജസാഗർ അണക്കെട്ട് സായം സന്ധ്യയിൽ സന്ദർശിച്ചതിൻ്റെ മഹത്തായ അനുഭൂതി ഞാൻ പറഞ്ഞറിയിച്ചു കൊള്ളട്ടെ. യോഗാനന്ദജിയും ഞാനും ഒരു കൊച്ചു ബസ്സിലാണ് തിരിച്ചത്. ബാറ്ററിക്ക് പകരം ക്രാപ്പ് കറക്കി വണ്ടി സ്റ്റാർട്ടാക്കുന്ന ഒരു കൊച്ചു പയ്യനും ഞങ്ങളോടൊപ്പം ഉണ്ടായിരുന്നു. റോഡ് നിരപ്പായതെങ്കിലും ടാറിട്ടതായിരുന്നില്ല. ഏറെ പഴുത്ത ഒരു തക്കാളി പോലെ സൂര്യൻ ചക്രവാളത്തിൽ ഉടഞ്ഞസ്തമിക്കുകയായിരുന്നു. ചതുരാകൃതിയിൽ എമ്പാടുമുള്ള നെൽപ്പാടങ്ങളും സുഗതമായ പേരാലുകളുടെ കാവുകളും ഇടയ്ക്കിടെ തല ഉയർത്തി നിൽക്കുന്ന തെങ്ങുകളും കടന്ന് ഞങ്ങളുടെ യാത്ര മുമ്പോട്ട് നീങ്ങി. ഏതാണ്ട് എല്ലായിടത്തും സസ്യജാലങ്ങൾ കാട്ടിലെ പോലെ നിബിഡമായിരുന്നു. നക്ഷത്രങ്ങളും കരയിലെ തെങ്ങുകളും മറ്റ് വൃക്ഷങ്ങളും പ്രതിബിംബിക്കുന്ന ഒരു അതിവിശാലമായ കൃത്രിമ ജലാശയം ഒരു കുന്നിൻ മുകളിലെത്തിയ ഞങ്ങൾ കണ്ടു. തട്ടുതട്ടായി തിരിച്ച മനോഹരമായ പൂന്തോട്ടങ്ങളും
വൈദ്യുത ദീപങ്ങളുടെ നിരകളും അതിനു ചുറ്റുമുണ്ടായിരുന്നു. അണക്കെട്ടിന്റെ വക്കത്ത് കണ്ണഞ്ചിക്കുന്ന ഒരു കാഴ്ച ഞങ്ങൾ കണ്ടു. തെളിച്ചമുള്ള നിറങ്ങളിൽ മഷി ചീറ്റി വീഴും പോലെ ജലധാരയിൽ കുതിച്ചുയരുന്ന വർണ്ണരാജികൾ, തിളങ്ങുന്ന നീല നിറത്തിലും കുങ്കുമ നിറത്തിലും പച്ചയിലും മഞ്ഞയിലുമുള്ള വെള്ളച്ചാട്ടങ്ങൾ, തുമ്പിക്കൈയിലൂടെ വെള്ളം ചീറ്റിവിടുന്ന ഗംഭീര രൂപികളായ ശിലാകജങ്ങൾ. 1933 ഷിക്കാഗോ ലോകമേളയുടെ വൈദ്യുത ജലധാരകളെ ഇവ ഓർമ്മിപ്പിച്ചു. പ്രദീപ്തമായ ധാരായന്ത്രങ്ങളുള്ള ഈ അണക്കെട്ട് നെൽവയലുകളുടെയും സാധാരണക്കാരുടേതുമായ ഈ പുരാതന നഗരത്തിൽ ആധുനികമെന്ന നിലയിൽ ശ്രേഷ്ഠമാണ്. യോഗാനന്ദ്ജിയെ അമേരിക്കയിലേക്ക് തിരിച്ചു കൂട്ടിക്കൊണ്ടുവരുന്നതിന് എനിക്കുള്ളതിൽ കവിഞ്ഞ ശക്തി വേണ്ടിവരുമോ എന്ന് ഞാൻ ഭയപ്പെടത്തക്കവണ്ണം സ്നേഹനിർഭരമായ ഒരു സ്വീകരണമാണ് ഭാരതീയർ ഞങ്ങൾക്ക് തന്നത്. മറ്റൊരു അപൂർവ ബഹുമതി എൻ്റെ ആദ്യത്തെ ആനപ്പുറത്തുള്ള സവാരിയാണ്. കൂറ്റനായ ഒരു ആനയുടെ പുറത്ത് കയറിയുള്ള സവാരി ആസ്വദിക്കാനായി അദ്ദേഹത്തിൻ്റെ വേനൽക്കാല കൊട്ടാരത്തിലേക്ക് യുവരാജാവ് ഇന്നലെ ഞങ്ങളെ ക്ഷണിച്ചു. പട്ടുതുണി കൊണ്ടുള്ള മൃദുലമായ ഇരിപ്പിടം വെച്ച പെട്ടി പോലെയുള്ള അമ്പാരിയിലേക്ക് ഒരു ഏണി വഴി ഞാൻ കയറി. അതിനുശേഷം ആടിയും ഉലഞ്ഞും മേലേക്ക് എറിഞ്ഞും താഴേക്ക് അമർന്ന കുഴിയിലേക്ക് വീഴുന്ന മാതിരി താണും നീങ്ങിയ വെപ്രാളമോ ആശ്ചര്യമോ കാട്ടാനാവാത്ത വിധം ഹരം പകരുന്ന, പക്ഷേ പ്രിയപ്പെട്ട ജീവന് വേണ്ടി അള്ളിപ്പിടിച്ച് നാന്നുകിടന്ന ഒരു യാത്ര. ചരിത്രപരവും പുരാവസ്തു ഗവേഷണ പ്രധാനവുമായ നഷ്ടാവിശിഷ്ടങ്ങൾ കൊണ്ട് സമ്പന്നമായ ദക്ഷിണ ഭാരതം സ്പഷ്ടവും എന്നാൽ അനിർവചനീയവുമായ വശ്യത ഉള്ള ഒരു നാടാണ്. മൈസൂറിന് വടക്കാണ് ഹൈദരാബാദ്. കരുത്തുറ്റ ഗോദാവരി നദി മുറിച്ചൊഴുകുന്ന ചിത്രസുന്ദരമായൊരു പീഠഭൂമിയാണിത്. വിശാലവും ഫലഭൂയിഷ്ടവുമായ സമതലങ്ങൾ, മനോഹരമായ നീലഗിരി, ചുണ്ണാമ്പ് കല്ലോ കരിങ്കല്ലോ ആയ മൊട്ടക്കുന്നുകളുള്ള മറ്റു സ്ഥലങ്ങൾ. ഹൈദരാബാദിൻ്റെ ചരിത്രം സുദീർഘവും വർണ്ണപ്പൊലിമയുള്ളതുമായ ഒരു കഥയാണ്. ആന്ധ്ര രാജാക്കന്മാരുടെ കീഴിൽ 3000 കൊല്ലം മുമ്പ് ആരംഭിച്ച് AD 1294 മുസ്ലിം രാജപരമ്പരയ്ക്ക് കൈമാറുന്നതുവരെ ഹിന്ദു രാജവംശങ്ങളാണ് ഭരിച്ചിരുന്നത്. ഭാരതത്തിലൊട്ടാകെയുള്ള വാസ്തുശില്പവിദ്യ, കൊത്തുപണി, ചിത്രരചന എന്നിവയുടെ അതിമനോഹരമായ ദൃശ്യാവിഷ്കാരം ഹൈദരാബാദിലെ എല്ലോറ, അജന്ത എന്നീ പാറ കൊത്തിയെടുത്ത ഗുഹകളിൽ ദൃശ്യമാണ്. എല്ലോറയിലെ കൈലാസം എന്ന ഭീമാകാരമായ ഒറ്റക്കല്ലിലുള്ള ക്ഷേത്രത്തിൽ മൈക്കിൾ ആഞ്ചലോയുടെ ബൃഹത്തായ ശൈലിയിൽ കൊത്തിയെടുത്ത ദേവികളുടെയും മനുഷ്യരുടെയും മൃഗങ്ങളുടെയും രൂപങ്ങളുണ്ട്. പാറയിൽ ചെത്തിയൊരുക്കി ശില്പവിധാനം കൊണ്ട് അലങ്കരിച്ച കനത്ത കരിങ്കൽ തൂണുകൾ താങ്ങി നിർത്തുന്ന 25 സന്യാസി മഠങ്ങളുടെയും 5 ഗുരുവിഹാരങ്ങളുടെയും ഇടമാണ് അജന്ത. ഇവിടെ കലാകാരന്മാരും ശില്പികളും തങ്ങളുടെ പ്രതിഭ അനശ്വരമാക്കിയിരിക്കുന്നു. ഉസ്മാനിയ സർവകലാശാലയും 10,000 മുസ്ലിങ്ങൾ പലപ്പോഴും പ്രാർത്ഥനയ്ക്ക് ഒത്തുകൂടുന്ന ഗംഭീരമായ മെക്ക മസ്ജിദ് പള്ളിയും ഹൈദരാബാദിന് അലങ്കാരമായി ശോഭിക്കുന്നു. സമുദ്രനിരപ്പിൽ നിന്ന് 3000 അടി ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന മൈസൂർ സംസ്ഥാനം ഉഷ്ണമേഖലയിലെ നിബിഡ വനങ്ങൾ കൊണ്ട് സമ്പന്നമാണ്. കാട്ടാന, കാട്ടുപോത്ത്, കരടി, പുലി, കടുവ എന്നീ വന്യമൃഗങ്ങൾക്ക് അവ ആവാസസ്ഥാനവുമാണ്. പ്രധാന 2 നഗരങ്ങളായ ബാംഗ്ലൂരും മൈസൂരും വൃത്തിയും വെടുപ്പുമുള്ള അനേകം വിനോദ സങ്കേതങ്ങളും പൊതു ഉദ്യാനങ്ങളും കൊണ്ട് ആകർഷകമാണ്. 11 മുതൽ 15-ാം നൂറ്റാണ്ട് വരെ ഹിന്ദു രാജാക്കന്മാരുടെ പരിപോഷണത്തിൽ ഹിന്ദു വാസ്തുവിദ്യയും ശില്പവിദ്യയും അവയുടെ അത്യുത്കൃഷ്ടമായ മികവ് കൈവരിച്ചു. 11-ാം നൂറ്റാണ്ടിൽ രാജാ വിഷ്ണുവർദ്ധൻ്റെ കാലത്ത് പണി പൂർത്തിയായ ബേലൂരിലെ ക്ഷേത്രം ശ്രേഷ്ഠമായ ഒരു കലാസൃഷ്ടിയാണ്. ഇതിൻ്റെ വിശദാംശങ്ങളിലെ സൗകുമാര്യവും ചൈതന്യധന്യമായ ചിത്രവേലയും അദ്വിതീയമാണ്. വടക്കൻ മൈസൂരിൽ കാണുന്ന ശിലാശാസനങ്ങൾ ക്രിസ്തുവിന് മുൻപ് 3-ാം ശതകം മുതൽ ഉള്ളവയാണ്. ഭാരതവും അഫ്ഗാനിസ്ഥാനും ബലൂചിസ്ഥാനും ഉൾപ്പെട്ട വിസ്തൃതമായ സാമ്രാജ്യം ഭരിച്ചിരുന്ന അശോക ചക്രവർത്തിയെക്കുറിച്ചുള്ള ഓർമ്മകളിൽ വെളിച്ചം വീശുന്നവയാണ് ഇവ. വിവിധ പ്രാദേശിക ഭാഷകളിൽ ആലേഖനം ചെയ്തിട്ടുള്ള അശോകന്റെ ധർമ്മോപദേശങ്ങൾ അന്നത്തെ പരക്കെയുള്ള സാക്ഷരതയ്ക്ക് തെളിവാണ്. 13-ാം ശിലാശാസനം യുദ്ധങ്ങളെ അപലപിക്കുന്നു. ആത്മീയമല്ലാതെയുള്ള വിഷയങ്ങളെ യഥാർത്ഥ വിഷയമായി കണക്കാക്കരുത്. തൻ്റെ പ്രജകളെ ധാർമ്മിക പുരോഗതി നേടിയെടുക്കാൻ സഹായിക്കുന്നതിനെ ആശ്രയിച്ചാണ് ഒരു രാജാവിൻ്റെ യഥാർത്ഥ മഹത്വം ഇരിക്കുന്നതെന്ന് 10-ാം ശിലാശാസനം പ്രഖ്യാപിക്കുന്നു. 11-ാം ശിലാശാസനം യഥാർത്ഥ ദാനം വസ്തുക്കളല്ല, ലോകനന്മ, സത്യത്തിൻ്റെ പ്രചരണം ആണെന്ന് നിർവചിക്കുന്നു.
6-ാം ശിലാശാസനത്തിൽ രാത്രിയോ പകലോ ഏതു സമയത്തും പൊതുകാര്യ വിചാരണയ്ക്കായി തന്നോട് കൂടിയാലോചിക്കാൻ തൻ്റെ പ്രജകളെ അവരുടെ പ്രിയപ്പെട്ട രാജാവ് ക്ഷണിക്കുന്നു. രാജധർമ്മത്തിൻ്റെ സത്യസന്ധമായ പാലനത്തിലൂടെ തൻ്റെ സഹജീവികളായ മനുഷ്യരോടുള്ള കടപ്പാടിൽ നിന്ന് അങ്ങനെ താൻ മോചനം നേടുകയാണെന്ന് അദ്ദേഹം തുറന്നു പറയുന്നു. ഉഗ്രശാസനനായ ചന്ദ്രഗുപ്ത മൗര്യൻ്റെ പൗത്രനായിരുന്നു അശോകൻ. മഹാനായ അലക്സാണ്ടറുടെ ഭാരതത്തിൽ അവശേഷിപ്പിച്ചിരുന്ന സൈന്യബലത്തെ ചന്ദ്രഗുപ്തൻ നശിപ്പിക്കുകയും ക്രിസ്തുവിന് മുമ്പ് 305 ആക്രമണത്തിനെത്തിയ സെലൂസ്കസിൻ്റെ മാസഡോണിയൻ സൈന്യത്തെ തോൽപ്പിക്കുകയും ചെയ്തു. അതിനുശേഷം ഗ്രീക്കുകാരുടെ പ്രതിപുരുഷനായ മെഗസ്തനീസിനെ അദ്ദേഹം തൻ്റെ ആസ്ഥാനമായ പാടലിപുത്രത്തിൽ സ്വീകരിച്ചു. തൻ്റെ കാലത്തെ സന്തുഷ്ടവും കർമ്മനിരതവുമായ ഭാരതത്തിൻ്റെ വർണ്ണനകൾ മെഗസ്തനീസ് നമുക്ക് നൽകിയിരുന്നു. വിജയശ്രീലാളിതനായ ചന്ദ്രഗുപ്തൻ ഭാരതത്തിൻ്റെ ഭരണസാരഥ്യം ക്രിസ്തുവിന് മുമ്പ് 298 തൻ്റെ മകന് കൈമാറി. ദക്ഷിണ ഭാരതത്തിലേക്ക് യാത്ര ചെയ്ത ചന്ദ്രഗുപ്തൻ തൻ്റെ ജീവിതത്തിൻ്റെ അവസാനത്തെ 12 കൊല്ലം മൈസൂരിലെ ശ്രാവണ ബലഗോളയിൽ ഒരു ഗുഹയിൽ ഒരു ദരിദ്ര തപസ്വിയായി ആത്മസാക്ഷാത്കാരത്തിന് വേണ്ടി ചെലവഴിച്ചു. ഇത് ഇപ്പോൾ മൈസൂരിലെ ഒരു ക്ഷേത്രമാണ്. ഗോമന്തേശ്വരന് ശ്രദ്ധാഞ്ജലി AD 983 അതിബൃഹത്തായ ഒരു പാറക്കെട്ടിൽ ജൈനന്മാർ കൊത്തിയെടുത്ത ലോകത്തിലെ ഏറ്റവും വലിയ ഒറ്റക്കൽ പ്രതിമയുടെ പേരിലും ഈ സ്ഥലം ഊറ്റം കൊള്ളുന്നു. ഭാരതത്തിലേക്ക് അലക്സാണ്ടറുടെ സാഹസിക യാത്രയിൽ അദ്ദേഹത്തെ അനുഗമിക്കുകയോ പിന്നീട് എത്തിച്ചേരുകയോ ചെയ്ത യവന ചരിത്രകാരന്മാരും മറ്റു പലരും രസകരമായ പല കഥകളും കൃത്യമായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. ആറിയൻ, ഡിയോഡോറസ്, പ്ലൂട്ടോർക്ക്, ഭൂമിശാസ്ത്രജ്ഞനായ സ്ട്രോബോ എന്നിവരുടെ വിവരണങ്ങൾ ഡോക്ടർ JW മക്രിൻഡിൽ വിവർത്തനം ചെയ്തിട്ടുണ്ട്. ഇവ പുരാതന ഭാരതത്തിനുമേൽ പ്രകാശധാര പൊഴിക്കുന്നു. അലക്സാണ്ടറുടെ വിജയകരമല്ലാതിരുന്ന ആക്രമണത്തിൻ്റെ ഏറ്റവും മതിപ്പുളവാക്കുന്ന പ്രത്യേകത ഹൈന്ദവ ദർശനങ്ങളിലും താൻ ഇടയ്ക്കിടെ കണ്ടുമുട്ടിയിരുന്ന യോഗികളിലും പുണ്യപുരുഷന്മാരിലും അദ്ദേഹം കാട്ടിയ അഗാധമായ താൽപ്പര്യമായിരുന്നു. അവരോടൊത്തുള്ള സത്സംഗം അദ്ദേഹം ആകാംക്ഷയോടെ തേടിയിരുന്നു. വടക്കേ ഇന്ത്യയിലെ തക്ഷശിലയിൽ ആ പാശ്ചാത്യ യോദ്ധാവ് എത്തി അധികം താമസിയാതെ യവന ദാർശനികൻ ഡയോജനീസിൻ്റെ ശിഷ്യനായ ഓനിസിക്രിത്തോസിനെ തക്ഷശിലയിലെ മഹാനായ സന്യാസി ദണ്ഡാമിസിനെ കൂട്ടിക്കൊണ്ടുവരുവാൻ പറഞ്ഞയച്ചു. ബ്രാഹ്മണ ഗുരു, അങ്ങേക്ക് മംഗളം. കാട്ടിലെ ആശ്രമത്തിലെത്തിയിട്ട് ഓനിസിക്രിട്ടോസ് ദണ്ഡാമിസിനോട് പറഞ്ഞു, ശക്തനായ സിയസ് ദേവൻ്റെ മകനും എല്ലാ മനുഷ്യരുടെയും പ്രഭുവുമായ അലക്സാണ്ടർ അദ്ദേഹത്തിൻ്റെ അടുത്തേക്ക് ചെല്ലാൻ അങ്ങയോട് ആവശ്യപ്പെടുന്നു. വഴങ്ങിയാൽ അദ്ദേഹം നിരവധി സമ്മാനങ്ങൾ അങ്ങേക്ക് നൽകും. വിസമ്മതിച്ചാൽ അദ്ദേഹം നിങ്ങളുടെ തല വെട്ടിക്കളയും. ഏറെക്കുറെ കർക്കശമായ ഈ ക്ഷണം യോഗീന്ദ്രൻ ശാന്തനായി കേട്ടു. എങ്കിലും ഇലകൾ കൊണ്ടുള്ള ഇരിപ്പിടത്തിലിരുന്ന അദ്ദേഹം തല ഒന്ന് ഉയർത്തി നോക്കാൻ പോലും കൂട്ടാക്കിയില്ല. അലക്സാണ്ടർ സിയസിൻ്റെ പുത്രനാണെങ്കിൽ ഞാനും സിയോസിൻ്റെ ഒരു പുത്രനാണ്, അദ്ദേഹം അഭിപ്രായപ്പെട്ടു. അലക്സാണ്ടറുടെ ഒന്നും തന്നെ എനിക്ക് ആവശ്യമില്ല, കാരണം എനിക്കുള്ളതുകൊണ്ട് ഞാൻ തൃപ്തനാണ്. അദ്ദേഹമാകട്ടെ തൻ്റെ ആളുകളുമായി സമുദ്രവും വൻകരകളും ഒരു പ്രയോജനവുമില്ലാതെ ചുറ്റിത്തിരിയുന്നു. തൻ്റെ അലച്ചിലിൻ്റെ അവസാനം ഒട്ടെത്തുന്നുമില്ല. പോകൂ, അലക്സാണ്ടറോട് പറയൂ, ധിക്കാരത്തോടെ ചെയ്യുന്ന തെറ്റുകളുടെ കർത്താവല്ല രാജാതിരാജനായ ഈശ്വരൻ, മറിച്ച് അദ്ദേഹം പ്രകാശം, ശാന്തി, ജീവൻ, ജലം, മനുഷ്യ ശരീരം, ആത്മാക്കൾ എന്നിവയുടെ സൃഷ്ടാവാണെന്ന്. മരണം അവരെ സ്വതന്ത്രരാക്കുമ്പോൾ അദ്ദേഹം എല്ലാ മനുഷ്യരെയും സ്വീകരിക്കും. കാരണം അവർ അപ്പോൾ രോഗമെന്ന തിന്മയ്ക്ക് വിധേയരല്ല. നരമേധത്തെ വെറുക്കുന്ന, യുദ്ധത്തിന് പ്രേരിപ്പിക്കാത്ത ഒരേ ഒരു ഈശ്വരനാണ് എൻ്റെ ആരാധനാപാത്രം. അലക്സാണ്ടർ ദൈവമൊന്നുമല്ല, കാരണം മരണം അവനുമുണ്ടാകും. ആ ഋഷിശ്രേഷ്ഠൻ അക്ഷോഭ്യമായ പരിഹാസത്തോടെ പറഞ്ഞു. സാർവലൗകികമായ ആന്തരിക സാമ്രാജ്യ സിംഹാസനത്തിൽ ഇനിയും ഇരിപ്പുറപ്പിച്ചിട്ടില്ലാത്ത അയാളെപ്പോലെ ഒരാൾക്ക് ലോകത്തിൻ്റെ നായകനാകാൻ എങ്ങനെ കഴിയും? അദ്ദേഹം ഇതുവരെ യമലോകത്ത് ജീവനോടെ കടന്നു ചേർന്നിട്ടില്ലെന്ന് മാത്രമല്ല, ഈ ലോകത്തിലെ വിശാലമായ പ്രദേശങ്ങൾക്ക് മീതെയുള്ള സൂര്യൻ്റെ ഗതി പോലും അയാൾ അറിയുന്നില്ല. മിക്ക രാജ്യങ്ങളും അദ്ദേഹത്തിൻ്റെ പേരൊന്ന് കേൾക്കുക പോലും ചെയ്തിട്ടില്ല. ലോകപ്രഭുവിൻ്റെ കാതുകളെ ആക്രമിക്കാൻ അയക്കപ്പെട്ടതിൽ തീർച്ചയായും ഏറ്റവും തീക്ഷണമായ ഈ ശകാരത്തിന് ശേഷം ആ ഋഷീശ്വരൻ വ്യംഗ്യപരിഹാസത്തിൽ തുടർന്നു. അലക്സാണ്ടറുടെ ഇപ്പോഴുള്ള അധിനിവിഷ്ട ദേശങ്ങൾ അദ്ദേഹത്തിൻ്റെ അഭിവാഞ്ചകൾ കൊത്തവണ്ണം വിസ്തൃതമല്ലെങ്കിൽ അയാൾ ഗംഗാനദി കടക്കട്ടെ. അവിടെ
തൻ്റെ മുഴുവൻ ഭടന്മാരെയും നിലയ്ക്ക് നിർത്താൻ കഴിവുള്ള ഒരു നാട് അയാൾ കാണും. അലക്സാണ്ടർ വാഗ്ദാനം ചെയ്യുന്ന സമ്മാനങ്ങൾ എനിക്ക് ഒരു ഉപയോഗവും ഇല്ലാത്തവയാണ്. ദണ്ഡാമിസ് തുടർന്നു. എനിക്ക് അഭയം നൽകുന്ന വൃക്ഷങ്ങളും നിത്യേന ഭക്ഷണം തരുന്ന പുഷ്പിക്കുന്ന പല സസ്യങ്ങളും ദാഹം ശമിപ്പിക്കുന്ന ജലവുമാണ് ഞാൻ വിലമതിക്കുന്നതും വാസ്തവത്തിൽ എനിക്ക് പ്രയോജനമുള്ളതും. ഉത്കണ്ഠാകുലമായ ചിന്തയോടെ ശേഖരിച്ചു കൂട്ടിവെക്കുന്ന സമ്പാദ്യങ്ങൾ ഉടമസ്ഥന് വിനാശകാരിയായി തീരുകയാണ് പതിവ്. അജ്ഞാനികളെയെല്ലാം ബാധിക്കുന്ന ദുഃഖവും ക്ലേശവും മാത്രമാണ് അവ ഉണ്ടാക്കുന്നത്. ഞാനാണെങ്കിൽ കാട്ടിലെ ഇലകളിൽ കിടക്കുന്നു. ഒന്നും കാത്തുസൂക്ഷിക്കാനില്ലാത്തതിനാൽ ശാന്തമായ ഉറക്കത്തിൽ കണ്ണുപൂട്ടുന്നു. എന്നാൽ ലൗകികമായി വിലപിടിപ്പുള്ള എന്തെങ്കിലും എനിക്കുണ്ടായിരുന്നെങ്കിൽ ആ ഭാരം എൻ്റെ ഉറക്കത്തെ തുരത്തുമായിരുന്നു. ഒരമ്മ തൻ്റെ കുഞ്ഞിന് പാല് നൽകുന്നത് പോലെ ഭൂമി എനിക്ക് ആവശ്യമുള്ളതെല്ലാം തരുന്നു. ലൗകിക ക്ലേശങ്ങൾ അലട്ടാതെ എനിക്ക് ഇഷ്ടമുള്ളിടത്ത് ഞാൻ പോകുന്നു. അലക്സാണ്ടർ എൻ്റെ തല വെട്ടിക്കളഞ്ഞെന്നിരിക്കട്ടെ, എങ്കിലും അദ്ദേഹത്തിന് എൻ്റെ ആത്മാവിനെ കൂടി നശിപ്പിക്കുവാൻ കഴിയുകയില്ല. അപ്പോൾ നിശബ്ദനായി തീരുന്ന എൻ്റെ തലയും കീറിയ വസ്ത്രം പോലുള്ള ശരീരവും അവയുടെ മൂലഘടകങ്ങൾ എവിടെ നിന്നാണോ വന്നത് ആ ഭൂമിയിൽ അവശേഷിക്കും. അപ്പോൾ ഞാൻ ആത്മാവായി ഈശ്വരനിലേക്ക് ഉയരും. നാം ഭൂമിയിൽ കഴിയുമ്പോൾ അദ്ദേഹത്തിൻ്റെ ശാസനകൾക്ക് വിധേയരായി നാം ജീവിക്കുമോ എന്നറിയാൻ വേണ്ടിയാണ് ഈശ്വരൻ നമ്മെ മാംസനിബന്ധമായി കൂട്ടിലടച്ച് ഭൂമുഖത്ത് വിട്ടത്. നാം തിരിച്ചു പോകുമ്പോൾ നമ്മുടെ ജീവിതത്തിൻ്റെ ഒരു കണക്ക് നമ്മോട് ചോദിക്കുന്നതും അദ്ദേഹം തന്നെയാണ്. എല്ലാ തെറ്റുകൾക്കും വിധികർത്താവ് അദ്ദേഹമാണ്. പീഡിതരുടെ കഠിന വേദനയുടെ ദീനരോധനങ്ങൾ പീഡിപ്പിക്കുന്നവന് ശിക്ഷ വിധിക്കുന്നു. അലക്സാണ്ടർ ധനമോഹികളെയും മരണത്തെ ഭയപ്പെടുന്നവരെയും തൻ്റെ ഭീഷണികൾ കൊണ്ട് ഭയഭീതരാക്കട്ടെ. ബ്രാഹ്മണർക്കെതിരെ അദ്ദേഹത്തിൻ്റെ ആയുധങ്ങൾ ബലഹീനമാണ്. ഞങ്ങൾ ധനം മോഹിക്കുകയോ മരണം ഭയക്കുകയോ ചെയ്യുന്നില്ല. പോയി അലക്സാണ്ടറോട് പറയൂ, ദണ്ഡാമിസിന് നിങ്ങളുടെ യാതൊന്നും ആവശ്യമില്ല. അതുകൊണ്ട് നിങ്ങളുടെ അടുത്തേക്ക് വരികയുമില്ല. ദണ്ഡാമിസിൽ നിന്ന് നിങ്ങൾക്ക് എന്തെങ്കിലും വേണമെങ്കിൽ നിങ്ങൾ അയാളുടെ അടുത്തേക്ക് വരിക. ഒനിക്രിസ്റ്റസ് സന്ദേശം യഥാവിധി അറിയിച്ചു. അലക്സാണ്ടർ അതീവ ശ്രദ്ധയോടെ കേട്ടു. വൃദ്ധനും നഗ്നനുമായ ദണ്ഡാമിസിനെ കാണാൻ അദ്ദേഹത്തിന് മുമ്പത്തേക്കാൾ കൂടുതൽ ശക്തമായ ആഗ്രഹം തോന്നി. അനേകം രാജ്യങ്ങൾ വെന്ന അലക്സാണ്ടർക്ക് താൻ അടിയറവ് പറഞ്ഞ പ്രതിയോഗിയെ അദ്ദേഹത്തിൽ മാത്രമാണ് കാണാൻ കഴിഞ്ഞത്. ദാർശനിക പ്രശ്നങ്ങൾക്ക് സാരഗർഭമായ ഉത്തരങ്ങൾ നൽകുന്നതിന് സമർത്ഥരെന്ന് പ്രസിദ്ധരായ ധാരാളം ബ്രാഹ്മണ തപസ്വികളെ അലക്സാണ്ടർ തക്ഷശിലയിലേക്ക് ക്ഷണിച്ചു. വാക്കുകൾ കൊണ്ടുള്ള ഇത്തരം ഒരു വക്കാണത്തിൻ്റെ വിവരണം പ്ലൂട്ടർക്ക് നൽകുന്നു. അലക്സാണ്ടർ തന്നെയാണ് ചോദ്യങ്ങളെല്ലാം രൂപപ്പെടുത്തിയത്. എണ്ണത്തിൽ കൂടുതൽ ആരാണ്? ജീവിച്ചിരിക്കുന്നവരോ മരിച്ചവരോ? ജീവിച്ചിരിക്കുന്നവർ. കാരണം മരിച്ചവർ ഇല്ലല്ലോ. ഏതാണ് കൂടുതൽ വലിയ ജന്തുക്കളെ സൃഷ്ടിക്കുന്നത്? കടലോ കരയോ? കര. കാരണം കടൽ കരയുടെ ഒരു ഭാഗം മാത്രമാണ്. ജന്തുക്കളിൽ ഏറ്റവും സാമർഥ്യമുള്ളത് ഏതാണ്? മനുഷ്യന് ഇനിയും പരിചയമില്ലാത്തതേതോ അത്. കാരണം അറിയാത്തതിനെ മനുഷ്യൻ ഭയക്കുന്നു. ഏതാണ് ആദ്യം നിലവിൽ വന്നത്, പകലോ രാത്രിയോ? പകൽ. ഒരു പകൽ കൊണ്ട്. ഈ ഉത്തരം കേട്ട് അലക്സാണ്ടർ അത്ഭുതം പ്രകടിപ്പിച്ചു. ആ ബ്രാഹ്മണൻ തുടർന്നു. അസാധ്യമായ ചോദ്യങ്ങൾക്ക് അസാധ്യമായ ഉത്തരം വേണം. ആളുകൾക്ക് പ്രിയങ്കരനായി തീരാൻ ഏറ്റവും ഉത്തമ മാർഗം എന്താണ്? ഭീമമായ ശക്തിയും വിശേഷാധികാരവും ഉള്ളപ്പോഴും അന്യർക്ക് ഭയകാരണമാകാത്തയാൾ പ്രിയങ്കരനായി തീരുന്നു. എങ്ങനെ ഒരു മനുഷ്യന് ഈശ്വരനാകാൻ കഴിയും? ഒരു മനുഷ്യന് ചെയ്യാനാവാത്തത് ചെയ്യുന്നതുകൊണ്ട്. ഏതാണ് കൂടുതൽ ശക്തം, ജീവിതമോ മരണമോ? ജീവിതം. കാരണം അത് എത്രയോ തിന്മകളെ താങ്ങുന്നു. ഭാരതത്തിൽ നിന്ന് ഒരു യഥാർത്ഥ യോഗിയെ തൻ്റെ ഗുരുവായി കൊണ്ടുപോകാൻ അലക്സാണ്ടർക്ക് കഴിഞ്ഞു. ഇദ്ദേഹമായിരുന്നു കാലനോസ് എന്ന യവനന്മാർ വിളിച്ച കല്യാണ അഥവാ സ്വാമി സ്പൈൻസ്. ഈ താപസൻ അലക്സാണ്ടറോടൊപ്പം പേർഷ്യയിൽ പോയി. മുൻകൂട്ടി പറഞ്ഞിരുന്ന ദിവസം പേർഷ്യയിൽ സൂസ എന്ന സ്ഥലത്ത് യമന സൈന്യത്തിൻ്റെ കൺമുമ്പിൽ വെച്ച് ഒരു ചിതയിൽ പ്രവേശിച്ച് കാലനോസ് തൻ്റെ വൃദ്ധശരീരം ത്യജിച്ചു. വേദനയെയോ മരണത്തെയോ ആ യോഗി ഭയപ്പെട്ടില്ല എന്ന് ബോധ്യമായ ഭടന്മാരുടെ അത്ഭുതം ചരിത്രകാരന്മാർ രേഖപ്പെടുത്തുന്നു. തീനാളങ്ങൾ തൻ്റെ ശരീരത്തെ ഇരയാക്കിക്കൊണ്ടിരുന്നപ്പോൾ അദ്ദേഹം തൻ്റെ ഇരിപ്പിടത്തിൽ നിന്ന് ഒന്ന് അനങ്ങിയതുപോലുമില്ല. ചിതയിലേക്ക് തിരിക്കുന്നതിനു മുമ്പായി അദ്ദേഹം തൻ്റെ അനേകം സഹചാരികളെ ആശ്ലേഷിച്ചിരുന്നു.
പക്ഷേ അലക്സാണ്ടറോട് വിട പറയുവാൻ കൂട്ടാക്കിയില്ല. ആ ഹിന്ദു ഋഷിവര്യൻ അദ്ദേഹത്തോട് ഇത്രമാത്രം പറഞ്ഞു: ബാബിലോണിൽ വെച്ച് ഞാൻ നിന്നെ പിന്നീട് കണ്ടുകൊള്ളാം. പേർഷ്യ വിട്ട് 1 വർഷം കഴിഞ്ഞ് അലക്സാണ്ടർ ബാബിലോണിൽ വെച്ച് മൃതിയടഞ്ഞു. താൻ ജീവിതത്തിലും മരണത്തിലും അലക്സാണ്ടറോട് ഒത്തുണ്ടായിരിക്കുമെന്നാണ് ആ പ്രവചനം കൊണ്ട് ആ ഭാരതീയ ഗുരുനാഥൻ അർത്ഥമാക്കിയത്. ഭാരതീയ ജനസമൂഹത്തെപ്പറ്റി മിഴിവുറ്റതും ആവേശജനകവുമായ ധാരാളം ചിത്രങ്ങൾ ഗ്രീക്ക് ചിത്രകാരന്മാർ നമുക്ക് നൽകിയിട്ടുണ്ട്. ഹൈന്ദവ നിയമങ്ങൾ ജനങ്ങളെ സംരക്ഷിക്കുന്നുവെന്നും അവരിൽ ആരും തന്നെ യാതൊരു പരിതസ്ഥിതിയിലും ഒരു അടിമ ആയിക്കൂടാ, എന്നാൽ സ്വാതന്ത്ര്യം സ്വയം അനുഭവിക്കുന്ന അവർ സ്വാതന്ത്ര്യത്തിന് എല്ലാവർക്കുമുള്ള തുല്യ അവകാശത്തെ മാനിക്കണമെന്ന് അനുശാസിക്കുന്നുവെന്നും ആറിയൻ നമ്മോട് പറയുന്നു. മറ്റൊരു പ്രസക്ത ഭാഗം ഇങ്ങനെ പ്രസ്താവിക്കുന്നു: ഭാരതീയർ പണം അമിത പലിശയ്ക്ക് കൊടുക്കുകയോ കടം വാങ്ങേണ്ടതെങ്ങനെയെന്ന് അറിയുകയോ ചെയ്യുന്നില്ല. പരദ്രോഹം ഏൽക്കുകയോ ഏൽപ്പിക്കുകയോ ഭാരതീയരുടെ വ്യവസ്ഥാപിത രീതിക്ക് വിപരീതമായതിനാൽ അവർ ഉടമ്പടികൾ ചെയ്യുകയോ ജാമ്യം ആവശ്യപ്പെടുകയോ ഇല്ല. രോഗചികിത്സ ലഘുവും സ്വാഭാവികവുമായ മാർഗങ്ങളിലൂടെയായിരുന്നുവെന്ന് പറയുന്നു. രോഗവിമോചനം വരുത്തിയിരുന്നത് ഏറെയും ആഹാരം ക്രമീകരിച്ചാണ്, അല്ലാതെ മരുന്നുകൾ കൊണ്ടല്ല. ലേപനങ്ങളും വെച്ചുകെട്ടിൻ്റെ കുറുകിയ മിശ്രിതങ്ങളുമാണ് ഏറ്റവും അധികം വിലമതിക്കുന്ന ശമനമാർഗങ്ങൾ. മറ്റെല്ലാം വലിയ ഒരളവിൽ വിനാശകരമാണെന്ന് കരുതപ്പെടുന്നു. യുദ്ധത്തിലേർപ്പെടുക ക്ഷത്രിയർക്ക് മാത്രമായി പരിമിതപ്പെടുത്തിയിരുന്നു. സ്വന്തം ഭൂമിയിൽ കൃഷിപ്പണിയിൽ ഏർപ്പെട്ടിരിക്കുന്ന ഗൃഹസ്ഥനെ കണ്ണിൽപ്പെട്ടാൽ ഒരു ശത്രു ഉപദ്രവിക്കുകയില്ല. എന്തെന്നാൽ ഈ വർഗത്തിൽപ്പെട്ടവർ പൊതുജനങ്ങൾക്ക് ഉപകാരികളാണെന്ന് കരുതപ്പെട്ടിരുന്നു. അവർ എല്ലാ പീഡനങ്ങളിൽ നിന്നും പരിരക്ഷിക്കപ്പെട്ടിരുന്നു. അങ്ങനെ ഭൂമി നശിച്ച് നാനാവിധമാകുന്നില്ല. അത് കനത്ത വിള ഉൽപ്പാദിപ്പിക്കുന്നു. ജീവിതം ആസ്വാദ്യകരമാകാൻ വേണ്ട വക ഭൂമി ജനങ്ങൾക്ക് നൽകുന്നു. മൈസൂരിൽ എവിടെയും കാണാവുന്ന ക്ഷേത്രങ്ങൾ ദക്ഷിണ ഭാരതത്തിലെ എത്രയോ മഹാന്മാരായ മഹർഷിമാരുടെ നിത്യസ്മാരകങ്ങളാണ്. ഈ സിദ്ധരിൽ ഒരാളായ തായ്മാനവർ താഴെ കൊടുത്തിരിക്കുന്ന വെല്ലുവിളിയുടെ കവിത നമുക്ക് കൈമാറിയിരിക്കുന്നു. ഒരു മതയാനയെ നിങ്ങൾ തളച്ചേക്കാം, കരടിയുടെയും കടുവയുടെയും വായടച്ചേക്കാം, സിംഹത്തിൻ പുറത്തേറാം, മൂർഖൻ പാമ്പുമായി കളിയാടിടാം, രസായന വിദ്യയാൽ നിത്യവൃത്തി കഴിച്ചിടാം, വേഷപ്രച്ഛന്നനായിട്ട് ഈ പ്രപഞ്ചത്തിൽ നടന്നിടാം, ദേവന്മാരെ ദാസരാക്കാം, എന്നും യൗവനമാർന്നിടാം, ജലോപരി ചലിച്ചേക്കാം, തീയിൽ പോലും വസിച്ചിടാം, പക്ഷേ മനോനിയന്ത്രണം മഹത്തരം, എന്നാൽ ഏറെ സുദുഷ്കരം. ഭാരതത്തിൻ്റെ തെക്കേയറ്റത്തുള്ള പ്രകൃതി രമണീയവും ഫലഭൂയിഷ്ടവുമായ തിരുവിതാംകൂറിൽ ഗതാഗതത്തിന് നദികളും തോടുകളും ഉപയോഗപ്പെടുത്തുന്നു. പഴയകാലത്ത് നടത്തിയ യുദ്ധങ്ങളിലും അനേകം ചെറു രാജ്യങ്ങൾ വെട്ടിപ്പിടിച്ചതിലും കൂടി വരുത്തിവെച്ച പാപം കഴുകിക്കളയാൻ ഇവിടുത്തെ മഹാരാജാവ് വർഷം തോറും പരമ്പരാഗതമായ ഒരു ഉത്തരവാദിത്വം ഏറ്റെടുക്കുന്നു. വേദമന്ത്രങ്ങളും പാരായണങ്ങളും ശ്രവിക്കാനായി പ്രതിവർഷം 56 ദിവസം 3 നേരം മഹാരാജാവ് ക്ഷേത്രദർശനം നടത്തുന്നു. പാപപരിഹാര ചടങ്ങുകൾ ലക്ഷദീപത്തോടെ സമാപിക്കുന്നു. നിരന്നുള്ളതും വിശാലവും സമുദ്രവലയിതവുമായ മദിരാശി പട്ടണവും ക്രിസ്തുവർഷത്തിന്റെ ആരംഭത്തിലുള്ള ശതാബ്ദങ്ങളിൽ ഭരണം നടത്തിയിരുന്ന പല്ലവരാജവംശ തലസ്ഥാനമായ സുവർണ നഗരം കാഞ്ചീപുരവും ഭാരതത്തിന്റെ തെക്കുകിഴക്കൻ തീരത്തെ മദിരാശി സംസ്ഥാനത്തിൽ ഉൾപ്പെടുന്നു. ആധുനിക മദ്രാശി സംസ്ഥാനത്തിൽ മഹാത്മാഗാന്ധിയുടെ ആക്രമണരാഹിത്യ സിദ്ധാന്തങ്ങൾ വളരെയധികം പ്രചാരവും സ്വാധീനവും നേടിയിട്ടുണ്ട്. പെട്ടെന്ന് തിരിച്ചറിയാവുന്ന വെളുത്ത ഗാന്ധി തൊപ്പികൾ എവിടെയും കാണാം. ദക്ഷിണ ഭാരതത്തിൽ പൊതുവെ മഹാത്മാഗാന്ധി ഹരിജനങ്ങൾക്കു വേണ്ടി ക്ഷേത്ര സംബന്ധിയായി പ്രധാനപ്പെട്ട അനേകം പരിഷ്കാരങ്ങൾ നടപ്പിലാക്കിയിട്ടുണ്ട്. മഹാനായ സ്മൃതികാരൻ മനു ആവിഷ്കരിച്ച ജാതി വ്യവസ്ഥയുടെ തുടക്കം മതിപ്പുളവാക്കുന്നതായിരുന്നു. പ്രകൃത്യാലുള്ള പരിണാമം മനുഷ്യരെ 4 പ്രമുഖ വിഭാഗങ്ങളായി വേർതിരിക്കുന്നുവെന്ന് അദ്ദേഹം വ്യക്തമായി കണ്ടു. സമുദായത്തിന് തൻ്റെ കായികാധ്വാനത്തിലൂടെ സേവനം നൽകാൻ കഴിവുള്ളവർ ശൂദ്രർ, മനോഭാവം, കൈത്തൊഴിൽ, കൃഷി, വാണിജ്യം, കച്ചവടം, പൊതുവണിക വൃത്തി എന്നിവയാൽ സേവനമനുഷ്ഠിക്കുന്നവർ വൈശ്യർ, ഭരണം, കാര്യനിർവഹണം, പ്രജാസംരക്ഷണം എന്നിവയ്ക്ക് സമർത്ഥരായവർ നാടുവാഴികളും യോദ്ധാക്കളും അഥവാ ക്ഷത്രിയർ, മരണശീലരും ആത്മീയ പ്രചോദനം നേടിയവരും നൽകുന്നവരും ബ്രാഹ്മണർ. ജനനമോ ആചാരാനുഷ്ഠാനങ്ങളോ പഠനമോ പൈതൃകത്വമോ ഒരു മനുഷ്യൻ ദ്വിജൻ അഥവാ ബ്രാഹ്മണൻ ആണോ എന്ന് നിശ്ചയിക്കാൻ പര്യാപ്തമല്ല. സ്വഭാവത്തിനും സദാചാരത്തിനും മാത്രമേ ബ്രാഹ്മണ്യം തീരുമാനിക്കാൻ കഴിയൂവെന്ന് മഹാഭാരതം പ്രഖ്യാപിക്കുന്നു.
സമുദായാംഗങ്ങളെ അവരുടെ ജ്ഞാനം, നന്മ, പ്രായം, ബന്ധുത അല്ലെങ്കിൽ ഏറ്റവും ഒടുക്കം സമ്പത്ത് എന്നിവയെ അനുസരിച്ച് ആദരിക്കുവാൻ മനു സമുദായത്തെ ഉദ്ബോധിപ്പിക്കുന്നു. കൂട്ടിവെച്ചതോ ദാനധർമ്മങ്ങൾക്ക് ലഭ്യമാകാത്തതോ ആയ ധനം വേദകാല ഭാരതത്തിൽ എല്ലായ്പ്പോഴും വെറുക്കപ്പെട്ടിരുന്നു. ദാനധർമ്മം ചെയ്യാത്ത കുബേരന്മാർക്ക് സമുദായത്തിൽ താഴ്ന്ന ഒരു സ്ഥാനമാണ് നൽകിയിരുന്നത്. ജാതി വ്യവസ്ഥ നൂറ്റാണ്ടുകളുടെ കർക്കശമായി തീർന്ന് പരമ്പരാഗതമായ ഒരു കൊലക്കയറായപ്പോൾ ഗുരുതരമായ ദുരാചാരങ്ങൾ ഉടലെടുത്തു. ജനനമല്ലാതെ യോഗ്യത മാത്രം ആധാരമാക്കിയ ജാതി വ്യവസ്ഥയുടെ പുരാതന മൂല്യങ്ങൾ പുനഃസ്ഥാപിക്കുന്നതിന് 1947 സ്വതന്ത്രമായ ഭാരതം മന്ദഗതിയിലെങ്കിലും നിർണായകമായി പുരോഗതി ഉണ്ടാക്കിക്കൊണ്ടിരുന്നു. ലോകത്തെ ഓരോ രാഷ്ട്രത്തിനും അതിൻ്റേത് മാത്രവും പ്രത്യേകം ദുരിതം സൃഷ്ടിക്കുന്നതുമായ കർമ്മം നേരിടാനും മാന്യമായി പരിഹരിക്കാനുമുണ്ട്. ജ്ഞാനാമുഖവും അജയ്യവുമായ ആത്മസത്തയോടെ ജാതി വ്യവസ്ഥാ പരിഷ്കരണത്തിൽ ഭാരതം വിജയം വരിച്ചു കൊണ്ടിരിക്കുകയാണ്. ദക്ഷിണ ഭാരതം അത്ര വശ്യമായതിനാൽ മിസ്റ്റർ റൈറ്റും ഞാനും ഞങ്ങളുടെ ശാന്തിയുടെയും സന്തുഷ്ടിയുടെയും സ്വച്ഛന്തമായ അനുഭൂതി നീട്ടിക്കൊണ്ടുപോകാൻ കൊതിച്ചു. പക്ഷേ കാലം അതിൻ്റെ ചിരപുരാതന ധിക്കാരത്തോടെ ഞങ്ങൾക്ക് സമയപരിധിയുടെ ഭവ്യമായ ഇളവുകളൊന്നും അനുവദിച്ചില്ല. കൊൽക്കത്ത സർവകലാശാലയിൽ ഇന്ത്യൻ ഫിലോസഫിക്കൽ കോൺഗ്രസിൻ്റെ സമാപന സമ്മേളനത്തെ അധികം താമസിയാതെ എനിക്ക് അഭിസംബോധന ചെയ്യേണ്ടിയിരുന്നു. മൈസൂർ സന്ദർശനത്തിൻ്റെ അവസാനം ഇന്ത്യൻ അക്കാഡമി ഓഫ് സയൻസിൻ്റെ അധ്യക്ഷൻ സർ സി വി രാമനുമായി ആസ്വാദ്യകരമായൊരു സംഭാഷണത്തിൽ ഞാൻ പങ്കെടുത്തു. പ്രകാശത്തിൻ്റെ വ്യാപനം സംബന്ധിച്ച അദ്ദേഹത്തിൻ്റെ സുപ്രധാന കണ്ടുപിടുത്തമായ രാമൻ ഇഫക്റ്റിന് ഉജ്ജ്വല പ്രതിഭയായ ആ ഹിന്ദു ഊർജ്ജതന്ത്രജ്ഞന് 1930 നോബൽ സമ്മാനം ലഭിച്ചു. മദ്രാസിൽ വിദ്യാർത്ഥികളും സുഹൃത്തുക്കളും അടങ്ങിയ ഒരു പുരുഷാരത്തിന് മടിയോടെ വിടയോതിക്കൊണ്ട് മിസ്റ്റർ റൈറ്റും ഞാനും ഞങ്ങളുടെ യാത്ര തുടർന്നു. സദാശിവ ബ്രഹ്മത്തിൻ്റെ പാവന സ്മരണയ്ക്ക് തീർത്ത ഒരു ചെറിയ ദേവാലയത്തിന് മുന്നിൽ ഞങ്ങൾ നിന്നു. 18ാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ ദിവ്യാത്ഭുതങ്ങളുടെ കഥകൾ നിറഞ്ഞു നിൽക്കുന്നു. പുതുക്കോട്ടയിലെ രാജാവ് നേരൂരിൽ നിർമ്മിച്ച ഇതിലും വലിയ ഒരു സദാശിവ ക്ഷേത്രം ധാരാളം ദൈവികമായ രോഗശാന്തിക്ക് സാക്ഷ്യം വഹിച്ചിട്ടുള്ള ഒരു തീർത്ഥാടന കേന്ദ്രമാണ്. അന്ന് നാടുവാണിരുന്ന രാജാവിൻ്റെ മാർഗദർശനത്തിനായി 1750 സദാശിവ ബ്രഹ്മൻ എഴുതിയ ധർമ്മശാസനങ്ങൾ പുതുക്കോട്ട രാജാക്കന്മാരുടെ പരമ്പര നിധി പോലെ കാത്തുസൂക്ഷിച്ചു പോരുന്നു. ജനപ്രിയനും പൂർണ്ണജ്ഞാനിയുമായിരുന്ന സദാശിവ ബ്രഹ്മനെപ്പറ്റി കൗതുകകരമായ നിരവധി കഥകൾ തെന്നിന്ത്യയിലെ ഗ്രാമീണരുടെ ഇടയിൽ ഇപ്പോഴും പ്രചാരത്തിലുണ്ട്. ഒരു ദിവസം കാവേരി നദീതീരത്ത് സമാധിയിലാണ്ടിരുന്ന അദ്ദേഹത്തെ പെട്ടെന്നുണ്ടായൊരു വെള്ളപ്പൊക്കം താഴേക്ക് ഒഴുക്കിക്കൊണ്ടുപോകുന്നതായി കാണപ്പെട്ടു. ആഴ്ചകൾക്ക് ശേഷം കോയമ്പത്തൂർ ജില്ലയിലെ കൊടുമുടി എന്ന സ്ഥലത്ത് ഒരു മൺകൂനയ്ക്കടിയിൽ ആഴത്തിൽ അദ്ദേഹം മൂടപ്പെട്ട് കിടക്കുന്നതായി കണ്ടു. ഗ്രാമീണരുടെ മൺകോരികൾ അദ്ദേഹത്തിൻ്റെ ശരീരത്ത് പതിച്ചപ്പോൾ ആ പുണ്യപുരുഷൻ എഴുന്നേറ്റ് തിടുക്കത്തിൽ നടന്നുപോയി. വയോവൃദ്ധനായ ഒരു വേദാന്ത പണ്ഡിതനെ വാഗ്വാദത്തിൽ തോൽപ്പിച്ചതിന് തൻ്റെ ഗുരു ശകാരിച്ചതിനെ തുടർന്ന് സദാശിവൻ ഒരു മുനിയായി, ഒരു യുവാവായ നിന്റെ നാക്ക് നിയന്ത്രിക്കാൻ എന്നാണ് പഠിക്കുന്നത്? ഗുരു ചോദിച്ചു. അങ്ങയുടെ അനുഗ്രഹത്തോടെ ഈ നിമിഷം മുതൽ. സദാശിവ ബ്രഹ്മന്റെ ഗുരു ദഹരവിദ്യാപ്രകാശികയുടെയും ഉത്തരഗീതയുടെ അതിഗഹനമായൊരു ഭാഷ്യത്തിൻ്റെയും കർത്താവായ സ്വാമി ശ്രീ പരമശിവേന്ദ്ര സരസ്വതിയായിരുന്നു. സദാശിവബ്രഹ്മൻ ഈശ്വരാനുഭൂതിയുടെ ലഹരിയിൽ തെരുവീഥികളിൽ പലപ്പോഴും മാന്യത വെടിഞ്ഞ് നൃത്തം ചെയ്യുന്നത് രസിക്കാത്ത ചില ലൗകിക ബുദ്ധികൾ അദ്ദേഹത്തിൻ്റെ ജ്ഞാനിയായ ഗുരുവിൻ്റെ അടുത്ത് പരാതിയുമായി എത്തി. പ്രഭോ, സദാശിവൻ വെറുമൊരു ഭ്രാന്തനേക്കാൾ കഷ്ടമാണ്, അവർ പ്രഖ്യാപിച്ചു. എങ്കിലും പരമശിവേന്ദ്ര സ്വാമി സന്തോഷത്തോടെ ചിരിച്ചു. അദ്ദേഹം വിളിച്ചു പറഞ്ഞു, ഓ, മറ്റുള്ളവർക്കും അത്തരം ഭ്രാന്ത് ലഭിച്ചിരുന്നെങ്കിൽ. ഈശ്വരൻ്റെ സഹായഹസ്തം പ്രകടമായി കടന്നു വന്ന വിചിത്രവും സുന്ദരവുമായ ധാരാളം അനുഭവങ്ങൾ സദാശിവബ്രഹ്മന്റെ ജീവിതം ശ്രേഷ്ഠമാക്കുന്നു. ഈ ലോകത്ത് അങ്ങനെയെന്ന് തോന്നുന്ന ഒട്ടനേകം അന്യായങ്ങളുണ്ട്. പക്ഷേ അദ്ദേഹത്തിൻ്റെ തൽക്ഷണം നടപ്പാക്കപ്പെടുന്ന ധർമ്മനീതിയുടെ അസംഖ്യ ഉദാഹരണങ്ങൾ ഈശ്വരഭക്തന്മാർക്ക് സാക്ഷ്യപ്പെടുത്താൻ കഴിയും. ഒരു രാത്രി ധനികനായ ഒരു ഗൃഹസ്ഥന്റെ ധാന്യപ്പുരയുടെ അടുത്തായി സദാശിവബ്രഹ്മൻ സമാധിയിൽ മഗ്നനായി തങ്ങി. മോഷ്ടാക്കളെ കാത്തു നിന്നിരുന്ന 3 ജോലിക്കാർ ആ താപസേന്ദ്രനെ അടിക്കാൻ വടിയോങ്ങി. അതാ അവരുടെ കരങ്ങൾ നിശ്ചലമായി. പ്രഭാതത്തിൽ സദാശിവബ്രഹ്മൻ പോകുന്നതുവരെ കൈകൾ ഉയർത്തിപ്പിടിച്ച പ്രതിമകൾ പോലെ ഒരു അപൂർവ നിശ്ചല ദൃശ്യമായി അവർ നിന്നു. മറ്റൊരവസരത്തിൽ തൻ്റെ ജോലിക്കാരെ കൊണ്ട് വിറക് ചുമപ്പിച്ച് ആ വഴി കടന്നുപോയ ഒരു മേലാളൻ
മഹാനായ ആ ആചാര്യനെ അപമര്യാദയായി നിർബന്ധിച്ച് ആ ജോലി ചെയ്യിപ്പിച്ചു. നിശബ്ദനായ ആ പുണ്യാത്മാവ് എളിമയോടെ ആ ഭാരം ലക്ഷ്യസ്ഥാനത്ത് എത്തിച്ചിട്ട് അതിനെ വലിയൊരടുക്ക് വിറകിന്റെ മുകളിൽ വെച്ചു. ഉടനെ തന്നെ ആ കൂമ്പാരത്തിന് മുഴുവൻ തീ പിടിച്ച് ആളിക്കത്തി. ത്രൈലംഗസ്വാമിയെപ്പോലെ സദാശിവ ബ്രഹ്മനും വസ്ത്രം ധരിച്ചിരുന്നില്ല. ഒരു പ്രഭാതത്തിൽ ആ നഗ്നയോഗിയെ അശ്രദ്ധനായി ഒരു മുസ്ലിം സേനാനായകന്റെ കൂടാരത്തിൽ പ്രവേശിച്ചു. 2 സ്ത്രീകൾ ഭയന്ന് നിലവിളിച്ചു. ആ പടയാളി കലിതുള്ളി തന്റെ വാൾ കൊണ്ട് സദാശിവനെ ആഞ്ഞുവെട്ടി. സ്വാമിയുടെ കൈ അറ്റുപോയി. ആ സിദ്ധയോഗി കൂസലില്ലാതെ സ്ഥലം വിട്ടു. ഭയവും പശ്ചാത്താപവും കൊണ്ട് വിവശനായ മുസ്ലിം വാതിൽക്കൽ വീണിരുന്ന ആ കൈ എടുത്തുകൊണ്ട് സദാശിവ ബ്രഹ്മനെ പിന്തുടർന്നു. അറ്റ കൈയുടെ രക്തം ഒഴുകിക്കൊണ്ടിരുന്ന ഭാഗത്ത് തന്റെ മുറിഞ്ഞുപോയ കൈ ആ യോഗി ശാന്തനായി തുരുകി. ആ സേനാനി ആത്മീയമായ ആത്മബോധനത്തിന് വിനയത്തോടെ അപേക്ഷിച്ചപ്പോൾ സദാശിവ ബ്രഹ്മൻ വിരലുകൾ കൊണ്ട് മണ്ണിലെഴുതി, വേണമെന്ന് തോന്നുന്നത് ചെയ്യാതിരിക്കൂ, അപ്പോൾ നിനക്ക് ഇഷ്ടമുള്ളത് ചെയ്യാം. വിമലീകൃതമായ മാനസികാവസ്ഥയിലേക്ക് ആ മുസ്ലിം ഉയർത്തപ്പെട്ടു. അഹന്തയെ കീഴ്പ്പെടുത്തിക്കൊണ്ട് ആത്മീയ സ്വാതന്ത്ര്യത്തിലേക്ക് എത്താനുള്ള മാർഗമാണ് പ്രത്യക്ഷത്തിൽ അയുക്തികമായ ആ ഉപദേശമെന്ന് അയാൾ മനസ്സിലാക്കുകയും ചെയ്തു. ആ ഏതാനും ചില വാക്കുകൾക്കുണ്ടായിരുന്ന ആത്മീയ ശക്തി ആ യോദ്ധാവിനെ യോഗ്യനായ ഒരു അനുയായി ആക്കി തീർക്കാൻ തക്കവണ്ണം മഹത്തരമായിരുന്നു. തന്റെ പഴയ താവളങ്ങൾ അദ്ദേഹത്തെ പിന്നീട് ഒരിക്കലും കണ്ടിട്ടില്ല. 150 മൈൽ അകലെ മധുരയിലെ ക്ഷേത്രോത്സവം കാണാൻ ഗ്രാമത്തിലെ കുട്ടികൾ സദാശിവ ബ്രഹ്മന്റെ അടുത്ത് ആഗ്രഹം പ്രകടിപ്പിച്ചു. കുട്ടികളോട് തന്റെ ശരീരത്തിൽ തൊടുവാൻ ആ യോഗി ആംഗ്യം കാട്ടി. അത്ഭുതം! അവർ മുഴുവനും തൽക്ഷണം മധുരയിലെത്തി. ആയിരക്കണക്കിന് തീർത്ഥാടകരുടെ ഇടയിൽ കുട്ടികൾ സന്തോഷത്തോടെ ചുറ്റി നടന്നു. ഏതാനും മണിക്കൂറുകൾക്കുള്ളിൽ തന്റെ ലളിതമായ പരിവാഹന മാർഗത്തിൽ അദ്ദേഹം കുട്ടികളെ വീട്ടിൽ തിരിച്ചെത്തിച്ചു. മധുരയിലെ വിഗ്രഹ ഘോഷയാത്രയുടെ മിഴിവാർന്ന കഥകൾ അത്ഭുതത്തോടെ മാതാപിതാക്കൾ കേട്ടു. കുട്ടികൾ അവരുടെ കൈകളിൽ മധുരയിലെ മധുരപലഹാരങ്ങളുടെ സെഞ്ചികൾ പിടിച്ചിരുന്നത് അവർ ശ്രദ്ധിച്ചു. വിശ്വാസം വരാത്ത ഒരു യുവാവ് ആ പുണ്യാത്മാവിനെയും കഥയെയും പരിഹസിച്ചു. ശ്രീരംഗത്ത് നടന്ന അടുത്ത ഉത്സവത്തിന് ആ പയ്യൻ സദാശിവ ബ്രഹ്മനെ സമീപിച്ചു. അയാൾ പുച്ഛത്തോടെ പറഞ്ഞു, സ്വാമി, മറ്റു കുട്ടികളെ മധുരയിൽ കൊണ്ടുപോയതുപോലെ എന്നെ ശ്രീരംഗത്ത് ഉത്സവത്തിന് ഒന്ന് കൊണ്ടുപോകൂ. സദാശിവൻ സമ്മതിച്ചു. പയ്യൻ ഉടനെ വിദൂരമായ പട്ടണത്തിലെ ആൾക്കൂട്ടത്തിലെത്തി. പക്ഷേ കഷ്ടം, തിരിച്ചു പോകേണ്ടപ്പോൾ ആ ദിവ്യനെ കാണാനില്ലായിരുന്നു. ക്ഷീണിച്ചു തളർന്ന പയ്യൻ വിരസമായി കാൽനടയായി തൻ്റെ വീട്ടിൽ എത്തി. ദക്ഷിണ ഭാരതം വിടുന്നതിനു മുമ്പായി മിസ്റ്റർ റൈറ്റും ഞാനും തിരുവണ്ണാമലയ്ക്ക് സമീപം വിശുദ്ധമായ അരുണാചലത്തിൽ ശ്രീ രമണ മഹർഷിയെ ദർശിക്കാൻ പോയി. അദ്ദേഹത്തിൻ്റെ ആശ്രമത്തിൽ മഹർഷി ഞങ്ങളെ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുകയും അടുത്തുണ്ടായിരുന്ന ഒരു കെട്ട് ഈസ്റ്റ് വെസ്റ്റ് മാഗസിനുകൾ ചൂണ്ടിക്കാട്ടുകയും ചെയ്തു. അദ്ദേഹത്തോടും ശിഷ്യരോടുമൊത്ത് ഞങ്ങൾ ചെലവിട്ട മണിക്കൂറുകളിൽ അദ്ദേഹം ഏറെയും മൗനത്തിലായിരുന്നു. അദ്ദേഹത്തിൻ്റെ സൗമ്യമായ മുഖം ദൈവീക സ്നേഹവും ജ്ഞാനവും പ്രസരിപ്പിച്ചു. കഷ്ടപ്പെടുന്ന മനുഷ്യരാശി മറന്നുപോയ അതിൻ്റെ പരിപൂർണത വീണ്ടെടുക്കാൻ സഹായിക്കുന്നതിന് രമണ മഹർഷി പഠിപ്പിക്കുന്നത് ഓരോരുത്തരും നിരന്തരം ഞാൻ ആരാണ് എന്ന ചോദ്യം സ്വയം ചോദിക്കണമെന്നാണ്. ശരിക്കും മഹത്തമമായ അന്വേഷണം. മറ്റെല്ലാ ചിന്തകളുടെയും കർശനമായ നിരാസം കൊണ്ട് യഥാർത്ഥ സത്വത്തിലേക്ക് കൂടുതൽ കൂടുതൽ ആഴത്തിൽ സ്വയം ഇറങ്ങിച്ചെല്ലുന്നതായി ഭക്തൻ വേഗത്തിൽ മനസ്സിലാക്കുന്നു. വഴിതെറ്റിക്കുന്ന മറ്റു ചിന്തകളുടെ വിഹ്വലതകൾ ഉയരുന്നത് ശമിക്കുകയും ചെയ്യുന്നു. ദക്ഷിണ ഭാരതത്തിലെ പ്രാജ്ഞനായ ഈ ഋഷിവര്യൻ ഇങ്ങനെ എഴുതിയിരിക്കുന്നു: ദ്വിത്വങ്ങൾക്കും ത്രയങ്ങൾക്കും ആലംബനം ആവശ്യം. താങ്ങില്ലാതെ അവയെ കാണാൻ പ്രയാസം. ആ താങ്ങിനെ തേടിച്ചെന്നാൽ അവ കെട്ടഴിഞ്ഞു വീഴും. അവിടെയാണ് സത്യം. അത് കാണുന്നവൻ പതറില്ലൊരിക്കലും. നന്ദി, സ്നേഹം.